തൃശൂർ ചെമ്മാപ്പള്ളിയിൽ നിന്നാണ് ബംഗ്ലാദേശികളെന്ന് സംശയിക്കുന്ന 3 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അന്തിക്കാട് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തു. രഹസ്യ വിവരത്തെ തുടർന്നാണ് നടപടി എന്നറിയുന്നത്. എന്നാലും ആനന്ദ് പുത്തൂരിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആനന്ദ്, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ആദ്യം. എന്തായാലും ഔദ്യോഗികമായി ഇതുവരെ പോലീസ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ തൃശൂർ ചെമ്മാപ്പള്ളിയിൽ നിന്ന് ബംഗ്ലാദേശ് സ്വദേശികളെന്ന് സംശയിക്കുന്ന 3 പേരെ തൃശൂർ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഈ ചെമ്മാപ്പള്ളിയിൽ ആക്രിക്കടയിൽ തൊഴിൽ ചെയ്യുകയായിരുന്ന ബംഗ്ലാദേശികളെന്ന് സംശയിക്കുന്നവരെ തേടി പുലർച്ചെയാണ് പോലീസ് എത്തുന്നത്. 2 പേർ ഇതിൽ ഓടി രക്ഷപ്പെട്ടു. ഓടിപ്പോയവർ ഏത് ദേശക്കാരാണെന്ന് അറിവായിട്ടില്ല. എന്തായാലും കസ്റ്റഡിയിൽ എടുത്തവർക്ക് കൈവശം മതിയായ രേഖകളൊന്നും പോലീസ് കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇവർ കൊൽക്കത്ത സ്വദേശികളാണെന്നാണ് ചോദ്യം ചെയ്തപ്പോൾ പോലീസോട് പിന്നീട് പറഞ്ഞെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇത് പോലീസ് എന്തായാലും മുഖവിലക്കെടുത്തിട്ടില്ല. ഇവരുടെ കൈവശം രേഖകളോ അതുപോലെ തന്നെ മറ്റ് വസ്തുക്കളോ ഒന്നും, അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരിച്ചറിയൽ രേഖകളൊന്നുമില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാലും അന്തിക്കാട് പോലീസ് ഇവരെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. തുടർന്നായിരിക്കും ഇതിന്റെ ബാക്കി നടപടികൾ ഉണ്ടാവുക. ആനന്ദ്, ഈ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റം അത് സംസ്ഥാനത്തിൽ വ്യാപകമാകുന്നു എന്ന് നമ്മൾ സംശയിക്കണമോ? കാരണം കൊച്ചിയിൽ നിന്നും നേരത്തെ സമാനമായ നിരവധി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ ജില്ലയിൽ തൃശ്ശൂരിൽ നിന്നും ആദ്യമായാണോ ഇപ്രകാരം കസ്റ്റഡിയിൽ എടുക്കുന്നത് ഇവരെ? തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ പൊതുവെ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ഇത്തരത്തിൽ ബംഗ്ലാദേശികൾ എന്ന് പറയുന്ന ആളുകളെ കസ്റ്റഡിയിലെടുക്കുന്ന വിവരം ആദ്യമായാണ് വരുന്നത്. എന്തായാലും സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിൽ വലിയ ഭീഷണി തന്നെയാണ് ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റം വഴി ഉണ്ടാകുന്നത് എന്നുള്ളതിൽ തർക്കമില്ല. കാരണം സമീപ കാലങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളും അത് ശരിവെക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ തൃശ്ശൂരിലും ഇത്തരത്തിൽ ഇവർ രഹസ്യ രീതിയിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്തിക്കാട് പോലീസ് നടത്തിയിട്ടുള്ള സെർച്ചിൽ ഇത്തരത്തിൽ 3 പേരെ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും പോലീസ് ഔദ്യോഗികമായി വിവരങ്ങൾ പുറത്തുവിടേണ്ടതുണ്ട്. ഈ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, സംശയം തോന്നിയ ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അനു, മറ്റെന്തൊക്കെ നിയമ നടപടികൾ ഉണ്ടാകും ആനന്ദ്? ഇതിന്മേൽ പോലീസ് അപ്രകാരം വല്ലതും പറയുന്നുണ്ടോ? ഈ കസ്റ്റഡിയിൽ എടുത്തവരോട് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ഇവർ കൊൽക്കത്ത സ്വദേശികളാണെന്നാണ് പോലീസിനോട് പറഞ്ഞതെന്നാണ് ലഭിക്കുന്ന സൂചന. പക്ഷെ എന്തായാലും പോലീസ് ഇത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഈ നാട്ടുകാർ ചോർത്തി നൽകിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പോലീസ് അവിടെ എത്തി പരിശോധന നടത്തിയത് എന്നാണ് അറിയുന്നത്. എന്നാലും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്, ഇവരെ നിരീക്ഷിക്കുന്നുണ്ട്. ഈ കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും അടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുക. ശരി, ആനന്ദ് പുത്തൂറാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.